നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് പുതിയ MLA ആകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് അഭിനന്ദനങ്ങൾ. വോട്ടെണ്ണി അരമണിക്കൂറിനുള്ളിൽ VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നഗരസഭയിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് തൊട്ടു മുൻപ് സന്ദീപ് വാര്യർ DCC ഓഫീസിലെത്തി. ഈ തോൽവിക്ക് ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം പ്രഖ്യാപിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. നഗരസഭയിലിട്ട് പൂട്ടുകയായിരുന്നു BJPയെ. അതിനു പിന്നിലെ ക്രെഡിറ്റ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞു. K. സുരേന്ദ്രനെയും സംഘത്തെയും മാരാർജി ഭവനിൽ നിന്ന് ഇറക്കിവിട്ട് ചാണകവെള്ളം തളിച്ച് അവിടം ശുദ്ധീകരിക്കണം. അത്ഭുതപ്പെടുത്തുന്ന തേരോട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടത്തിയത്. നഗരസഭയിൽ വൻ ലീഡ് BJP ഉണർത്തും എന്ന ധാരണയായിരുന്നു പൊതുവെ BJP കേന്ദ്രങ്ങളിൽ നിന്നുയർന്നത്. നഗരസഭയിൽ തന്നെ വോട്ടെണ്ണുമ്പോൾ 6ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ ലീഡ് 400ലേക്ക് കൂപ്പുകുത്തി. 2021 അന്ന് E. ശ്രീധരൻ 6000-ലധികം വോട്ട് ഉയർത്തി നിൽക്കുന്ന 6ാം റൗണ്ട് പിന്നിടുമ്പോഴാണ് C. കൃഷ്ണകുമാർ 400 വോട്ടുകളിലേക്ക് കൂപ്പുകുത്തിയത്. ഇതോടെ കോൺഗ്രസ് ക്യാമ്പ് ഉണർന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ. തലയിൽ ട്രോളി ബാഗുമായി കോൺഗ്രസ് പ്രവർത്തകർ നിരത്തിലേക്കിറങ്ങി. നിലയ്ക്കാത്ത ജയ്വിളികൾ, മുദ്രാവാക്യം വിളികൾ, സരിന് നേർക്ക് ട്രോളുകളുടെ പെരുമഴ. 7ാം റൗണ്ട് പിന്നിടുമ്പോൾ, അതും നഗരസഭയിലെ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം 1081ലേക്ക് കുതിച്ചു. അക്ഷരാർത്ഥത്തിൽ നടുങ്ങിത്തെറിക്കുകയായിരുന്നു BJP ക്യാമ്പുകൾ. നഗരസഭ 2021 E. ശ്രീധരന് സമ്മാനിച്ച 6200 എന്ന ഭൂരിപക്ഷമാണ് തകർന്നടിഞ്ഞത്. പാലക്കാട് മണ്ഡലം തൂത്തുവാരി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തേരിലേറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തകർന്നു നിൽക്കുന്നത് BJP മുന്നണി തന്നെ. ഇക്കുറി കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവ് നടത്താം എന്നതായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നത്. LDFും P. സരിനുമൊക്കെ നിസ്സംഗരായി നിന്നുപോകുന്ന കാഴ്ച. രാഹുലിൻ്റെ വിജയമുറപ്പിച്ചതിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ DCC ഓഫീസിലെത്തി. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപുമാർ വരും. സന്ദീപ് വെറും ചീളുകേസാണ് എന്ന് പറഞ്ഞവരെവിടെ എന്ന ചോദ്യമാണ് സന്ദീപ് വാര്യർ ഉയർത്തിയത്. BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും നേരെ കടുത്ത ആക്ഷേപങ്ങളാണ് സന്ദീപ് വാര്യർ ചൊരിഞ്ഞത്. BJP അവർ തകർത്തു. കൃത്യമാണ് കാര്യങ്ങൾ. പാലക്കാട് നഗരസഭയിൽ BJP പിന്നോട്ടു പോയതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. BJPയുടെ തന്നെ 6 കൗൺസിലർമാർ മുഖം തിരിച്ചു നിന്നിരുന്ന പാലക്കാട് എല്ലാം തിരിച്ചുപിടിച്ചു ഭദ്രമെന്നായിരുന്നു BJP അവകാശപ്പെട്ടത്. സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പോയതോടെ BJP കൂടുതൽ ദൃഢമായി എന്ന് വാദിച്ചവരുടെ ആ വാദങ്ങൾ പൂർണ്ണമായി പൊള്ളയാണ് എന്ന് തെളിയുന്നു. VT ബൽറാം പ്രഖ്യാപിച്ചതുപോലെ അതേ പാലക്കാടിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയെന്ന് പാലക്കാടെ സമ്മതിദായകർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ നഗരസഭ കേന്ദ്രീകരിച്ചുള്ള ആദ്യ വോട്ടെണ്ണൽ ഫലസൂചനകളാണ് പുറത്തു വന്നത്. സ്വാഭാവികമായപ്പോൾ C. കൃഷ്ണകുമാറിൻ്റെ നേരിയ ലീഡ് നില. BJP ക്യാമ്പുകളിൽ ആവേശമുണർന്നു. മാധ്യമങ്ങളിൽ BJPക്ക് ലീഡ് എന്ന വാർത്തകൾ മിന്നി. എന്നാൽ പതിവ് പോലെ പിന്നീട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പിന്നോക്കം പോയി. ഇത് BJP നേതൃത്വം ഇരുന്ന് ചിന്തിക്കാനുള്ള അവസരം തന്നെയാണ്. സംസ്ഥാന നേതൃത്വത്തിനേറ്റ പരാജയം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് BJP സ്ഥാനാർത്ഥിയുടെ ഈ തോൽവി. 2021 ഫോട്ടോ ഫിനിഷിലൂടെയാണ് E. ശ്രീധരനെ ഷാഫി പറമ്പിൽ അന്ന് പരാജയപ്പെടുത്തിയത്. അന്ന് E. ശ്രീധരനെ പരാജയപ്പെടുത്താൻ CPMൻ്റെ വോട്ടുകൾ കൂടി ഷാഫി പറമ്പിൽ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു CPM തന്നെ. വോട്ടെണ്ണൽ 9ാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ അന്ന് ഷാഫിക്കെതിരെ 9046 വോട്ടിൻ്റെ ലീഡ് ഉയർത്താൻ E. ശ്രീധരന് കഴിഞ്ഞിരുന്നു. നഗരസഭാ പരിധിയിൽ നിന്ന് ഗ്രാമസഭാ പരിധിയിലേക്ക് വോട്ടെണ്ണൽ എത്തിയതോടെ ശ്രീധരൻ്റെ ലീഡ് അന്ന് കുത്തനെ താഴുകയായിരുന്നു. ഒടുവിൽ 3851 വോട്ടിൻ്റെ ലീഡിൽ ഷാഫി വിജയിച്ച് കയറി. 2021 അന്ന് പാലക്കാട് നഗരസഭയിൽ UDF നേടിയത് 27905. അന്ന് NDA നഗരസഭയിൽ നേടിയത് 34143. LDFന് ലഭിച്ചത് വെറും 16455. അന്ന് പിരായിരി പഞ്ചായത്തിൽ 12815 വോട്ടുകളാണ് UDF നേടിയതെങ്കിൽ NDAക്ക് ലഭിച്ചത് വെറും 6355. LDFന് 6614.
മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകൾ LDF UDF ശക്തി കേന്ദ്രങ്ങൾ തന്നെ. മാത്തൂരിൽ 2021 ലഭിച്ചത് 6445 വോട്ടുകൾ UDFന്, NDAയ്ക്ക് കിട്ടിയത് വെറും 3960, LDFന് 6475. കണ്ണാടിയിൽ UDFന് 5965, NDAയ്ക്ക് 4697, LDFന് 6078. കൃത്യമായ കണക്കുകൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതെ, അവരുടെ ആത്മവിശ്വാസം കൃത്യമായിരുന്നു. പോസ്റ്റൽ വോട്ടുകളിലും ആദ്യമെണ്ണിയ നഗരസഭ മേഖലകളിലുമൊക്കെ BJP സ്ഥാനാർത്ഥി മുന്നിലായിരുന്നു എങ്കിലും പഞ്ചായത്തുകൾ തന്നെയാണ് അവിടെ കോൺഗ്രസിൻ്റെ കരുത്ത്. എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ തന്നെ BJPയെ തളയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് ഏറെ വിജയപ്രതീക്ഷകൾ നൽകുന്നു UDF ക്യാമ്പിൽ. നഗരസഭയിലെ BJP വോട്ടുകൾ ചോർന്നത് കൃത്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ശേഖരിക്കാൻ ഇക്കുറി നഗരസഭയിൽ തന്നെ കഴിഞ്ഞു. പാലക്കാട് തോൽവിയിൽ ഇപ്പോൾ തകർന്നു നിൽക്കുകയാണ് BJP നേതൃത്വം. അക്ഷരാർത്ഥത്തിൽ തളർന്നു നിൽക്കാനേ BJP ക്യാമ്പിന് കഴിയൂ. ഇത് സ്വയം വരുത്തിക്കൂട്ടിയ അനർത്ഥമാണ്, ദുരന്തമാണ്. സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് തല്ലിക്കൊഴിച്ച് പുറത്തേക്ക് വിട്ടപ്പോൾ ചിലർ കണക്ക് കൂട്ടി ഇത് C കൃഷ്ണകുമാറിൻ്റെ പരാജയത്തിൽ കലാശിക്കും. പാർട്ടിയിൽ ചില ശബ്ദങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പാലക്കാട് K സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ മത്സരിച്ചിരുന്നു എങ്കിൽ അവർക്ക് അനായാസേന വിജയിക്കാമായിരുന്നു. C കൃഷ്ണകുമാറിനോട് കടുത്ത എതിർപ്പുകളുണ്ട് പ്രാദേശിക തലത്തിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പാലക്കാട് നമ്മൾ കേൾക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൾ. അതെ, വോട്ടെണ്ണലിൻ്റെ ഓരോ നിമിഷവും ചങ്കിടിപ്പുയർത്തിയത് BJP സ്ഥാനാർത്ഥിക്ക് തന്നെ. P സരിൻ തുടക്കം മുതൽ പുറകിലായിരുന്നു. അത് കൃത്യമായി കേരളം നേരത്തെ തന്നെ കണക്കുകൂട്ടിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.